ഹായ് വെൽക്കം ബാക്ക്. നമ്മളിപ്പം കാണാൻ പോകുന്നത് അസസ്മെന്റ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ആണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ടിന്റെ അകത്ത് നമ്മൾ കവർ ചെയ്യുന്ന കാര്യങ്ങൾ സെൽഫ് അസസ്മെന്റ്, അസസ്മെന്റ് ഓൺ ദി ബേസ് ഓഫ് റിട്ടേൺ, അതിനാണ് സമ്മറി അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം സ്ക്രൂട്ടണി അസസ്മെന്റ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് കവർ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ സബ്സിക്വന്റ് ആയിട്ടുള്ള സെഷൻ്റെ അകത്ത് നമ്മൾ കാണുന്നതായിരിക്കും. ആദ്യമായിട്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Assessment means computation of total income and determination of tax payable. So, ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ computation of total income, രണ്ടാമത് determination of tax payable. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങളുടെയും കൂടെ സം ടോട്ടൽ ആണ് അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ അസസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ആരാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, ആരാണ് ടാക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നില്ല. ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. Assessment can also be classified as by the assessee and assessment by the department. അതായത് computation of total income അതുപോലെ തന്നെ determination of tax payable ഇത് അസസ്സിയും ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് രണ്ടിനെയും അസസ്മെന്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആദ്യമായിട്ട് ഈ അസസ്മെന്റ് ചെയ്യുന്നത് അസസ്സിയാണ് അല്ലെ? അസസ്സി എപ്പോഴാണ് അസസ് ചെയ്യുന്നത്? അസസ്സിയുടെ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് അസസ്സി സെൽഫായിട്ട് അസസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നു, അതിനുശേഷമാണ് ഡിപ്പാർട്ട്മെന്റ് അസസ്മെന്റ് വരുന്നത്. ഓക്കെ, സോ രണ്ട് തരമാണ്. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫസ്റ്റ് വൺ ബൈ ദി അസസ്സി, രണ്ടാമത് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ബൈ ദി അസസ്സി. ആദ്യമായിട്ടുള്ളത് സെൽഫ് അസസ്മെന്റ് സെക്ഷൻ 140A. സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്സിനെ തന്നെ ആദ്യമായിട്ട് അസസ് ചെയ്യുന്നു. അതായത് അസസ്സി തന്നെയാണ് ഇവിടെ അസസ്മെന്റ് നടത്തുന്നത്. അസസ്സിയുടെ ടോട്ടൽ ഇൻകം എത്രയുണ്ട്, അതിന്റെ ബേസിൽ ടോട്ടൽ ടാക്സ് എത്രയുണ്ട് എന്ന് അസസ്സി തന്നെയാണ് ആദ്യമേ അസസ് ചെയ്യുന്നത്. ഈ സെൽഫ് അസസ്മെന്റ് ബേസിസിലാണ് ആദ്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയുള്ള കാൽക്കുലേഷൻ നടത്തുകയും റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യുന്നത്. റിട്ടേൺ ഫയലിംഗ് ഡ്യൂ ഡേറ്റ്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ആ ഡ്യൂ ഡേറ്റ്സിൽ ഇങ്ങനെ സെൽഫ് അസസ്മെന്റ് നടത്തിയ ഇൻകം അതുപോലെ തന്നെ ടാക്സ് ആണ് റിട്ടേണിനകത്ത് ഫയൽ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സെൽഫ് അസസ്മെന്റ് സെക്ഷൻ 140A. സെൽഫ് അസസ്മെന്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും if the assessee finds that some amount is payable as tax after adjusting, അതായത് ടോട്ടൽ ഇൻകം മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ടോട്ടൽ ടാക്സ് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടാക്സ് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടാക്സ് ലയബിലിറ്റിയും നെറ്റ് ടാക്സ് ലയബിലിറ്റിയും രണ്ടാണെന്ന് നമുക്കറിയാം. ടാക്സ് ലയബിലിറ്റിക്കകത്ത് നിന്ന് TDSഉം TCSഉം ആദ്യം കുറയ്ക്കുന്നു. പിന്നെ ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ട് എങ്കിൽ അത് കുറയ്ക്കുന്നു. ദെൻ ഡബിൾ ടാക്സേഷൻ റിലീഫ് അണ്ടർ സെക്ഷൻ 90, 98, 91 കുറയ്ക്കുന്നു. ദെൻ ടാക്സ് ക്രെഡിറ്റ്, നമ്മുടെ മാറ്റും കാര്യങ്ങളെല്ലാം കുറയ്ക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളാണ് കുറയ്ക്കുന്നത്. TDS, TCS, ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് അഡ്വാൻസ് ടാക്സ്, ഡബിൾ ടാക്സേഷൻ റിലീഫ് ആൻഡ് ടാക്സ് ക്രെഡിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 4 കാര്യങ്ങൾ കുറച്ചതിന് ശേഷം എന്തെങ്കിലും ബാലൻസ് ടാക്സ് പേയബിൾ ഉണ്ടെങ്കിൽ അതിനാണ് നെറ്റ് ടാക്സ് പേയബിൾ എന്ന് പറയുന്നത്. ഈ നെറ്റ് ടാക്സ് പേയബിളിനെ he shall deposit it with a challan for self assessment before filing the return. അതായത് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും റിട്ടേണിന്റെ എൻഡിൽ നെറ്റ് ടാക്സ് പേയബിൾ 0 എന്നാക്കണം. 0 എന്നാക്കണമെങ്കിൽ ബാലൻസ് എത്രയാണോ ടാക്സ് പേയബിൾ ആയിട്ടുള്ള ഈ നെറ്റ് ടാക്സ് പേയബിൾ എമൗണ്ട് അത് പേയ്മെന്റ് നടത്തിയതിനു ശേഷം അത് ഏത് ചെല്ലാൻ വഴിയായിട്ടാണ് പേയ്മെന്റ് നടത്തിയേക്കുന്നതെന്ന് ആ ചെല്ലാന്റെ ഡീറ്റെയിൽസ് ആയിട്ട് അത് മെൻഷൻ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ റിട്ടേൺ ഫൈനൽ ആയിട്ടുള്ള റിട്ടേൺ പ്രോപ്പർ ആയിട്ട് സബ്മിറ്റഡ് ആകത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്തേക്കുക. ഓക്കെ, സോ നെറ്റ് ടാക്സിന്റെ ലയബിലിറ്റി പേയ്മെന്റ് നടത്തുന്നു ബിഫോർ ഫയലിംഗ് ഓഫ് റിട്ടേൺ ബൈ യൂസിങ് എ ചെല്ലാൻ എന്നുള്ള ഓർത്തേക്കുക. ആൻഡ് the self-assessment tax, ഇങ്ങനെ സെൽഫ് അസസ്മെന്റ് നടത്തിയതിനു ശേഷമുള്ള ടാക്സ് ക്യാൻ ബി പെയ്ഡ് യൂസിങ് ചെല്ലാൻ നമ്പർ 280. ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. ചെല്ലാൻ നമ്പർ 280. യെസ്, ഇതാണ് ചെല്ലാൻ നമ്പർ 280. ഓക്കെ, ഇത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെല്ലാൻ നമ്പർ 280 എന്നുള്ളത്. ആൻഡ് ഇത് income tax on companies and income tax other than companies, അങ്ങനെ 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിന്റെ ഫയലിംഗ് വരുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും
ഒരു ഇൻഡിവിജ്വൽ ആണ് ഫയൽ ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെന്ന് വെച്ചാൽ ഹി വിൽ ഹാവ് ടു ടിക്ക് ഓവർ ഹിയർ. ഇവിടെ ടിക്ക് കൊടുക്കാൻ പോകുന്നത്. ആൻഡ് ഇവിടെ അസസ്മെന്റ് ഇയർ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ, ഫുൾ നെയിം, കംപ്ലീറ്റ് അഡ്രസ്, ടെലിഫോൺ നമ്പർ, പിൻ കോഡ്, അത്രയും കാര്യങ്ങൾ അവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം വരുമ്പോഴത്തേക്ക് താഴത്തേക്കുള്ളത് ദെൻ ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഭാഗം. ഓക്കെ, നൗ യെസ്, ഇവിടെയാണ് ഏതെല്ലാം ടാക്സുകളാണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ചെല്ലാൻ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് നടത്തുന്നതെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെയുണ്ട്. ഇങ്ങനെ രണ്ട് ഏരിയയിലായിട്ടാണ്. ആൻഡ് നമുക്ക് സെൽഫ് അസസ്മെന്റ് ടാക്സിന്റെ പേയ്മെന്റ് ആണ് നടത്തേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെയാണ് ടിക്ക് എടുക്കുന്നത്. ഇതല്ലേ സെൽഫ് അസസ്മെന്റ് ടാക്സ് എന്ന് പറയുന്നത്. സോ അവിടെ ടിക്ക് ചെയ്യുന്നു. ആൻഡ് അതിൻ്റെ അകത്ത് ഈ സെൽഫ് അസസ്മെന്റ് ടാക്സിന്റെ ഡിഫറെന്റ് കോമ്പണൻസ് ഉണ്ടല്ലോ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടാക്സ് മാത്രമല്ല അതിൻ്റെ അത് ഇൻകം ടാക്സ് ഉണ്ടാവും, സർചാർജ് ഉണ്ടാവും, എഡ്യൂക്കേഷൻ സെസ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും, അങ്ങനെ അത്രയും കാര്യങ്ങൾ, പെനാൽറ്റി അതേഴ്സ് ഒന്നും അറ്റ് മൂവ്മെന്റ് വരുത്തുന്നില്ല. പക്ഷെ ഒരു അസസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ ടാക്സ് ഓൺ റെഗുലർ അസസ്മെന്റ് നമ്മളിപ്പം കാണാൻ പോവുകയാണ്. സെൽഫ് അസസ്മെന്റിന് ശേഷം ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു അസസ്മെന്റ് നടത്തി കഴിയുമ്പോഴത്തേക്കും അതാണ് ഈ പറയുന്ന റെഗുലർ അസസ്മെന്റ് ഈ ഒരു ഹെഡിങ്ങിന്റെ കീഴിലേക്ക് വരുന്നത്. ഇതിന്റെ പേയ്മെന്റ് ഇവിടെ നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അവിടെ ടിക്ക് കൊടുത്തിട്ട് ഈ ചെല്ലാൻ ഫിൽ ചെയ്ത് ആൻഡ് പേയ്മെന്റ് എമൗണ്ട് നടത്തേണ്ടതായിട്ട് വരും. എമൗണ്ട് ഫിൽ ചെയ്യേണ്ട കോളംസ് ആണ് ഈ പറയുന്ന ഏരിയ. ഓക്കെ, എമൗണ്ട്സ് ആൻഡ് ഫൈനലി എത്ര ലാക്സ് ഉണ്ട്, എത്ര തൗസൻഡ് ഉണ്ട്, എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്, എത്ര ടെൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ ഫിൽ ചെയ്യുന്നു. ആൻഡ് ഇതേ കാര്യങ്ങൾ ഇവിടെ ഫിൽ ചെയ്യുന്നു. ഇതിന്റെ ഇത്രയും സ്പേസ് ഇതാണ് നമുക്ക് അസസിക്ക് തിരിച്ചു കിട്ടുന്നത്. അതായത് ഈ ചെല്ലാൻ, ഇതൊരു ചെല്ലാനാണെന്ന് 280 എന്ന് പറയുന്ന ഒരു ചെല്ലാനാണെന്ന് ഓർത്തേക്കുക. ആൻഡ് ഈ ചെല്ലാൻ ഇത് ഈ ഫിൽ ചെയ്തതിനു ശേഷം ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ബാങ്കിൽ ഇതിന്റെ ക്യാഷ് ഇല്ലെങ്കിൽ ചെക്കോട് കൂടി കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ്. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, ഇത് അവർ റീറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇവിടെ ബാങ്കിന്റെ ഒരു സീല് കൊടുക്കും. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ഒരു ബാങ്കിന്റെ സീലും കൊടുക്കും. ആൻഡ് ഇതിന്റെ കൂട്ടത്തില് എത്രയാണ് ചെല്ലാൻ നമ്പർ ആൻഡ് ചെല്ലാൻ ഡേറ്റ്. ഓക്കെ, ചെല്ലാന്റെ നമ്പർ ആൻഡ് ചെല്ലാന്റെ ഡേറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കും. ഈ രണ്ട് കാര്യങ്ങളുടെ ബേസിസിലായിരിക്കും ബാക്കിയുള്ള ഈ ചെല്ലാന്റെ ട്രാക്കിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. ചെല്ലാന്റെ നമ്പർ, ചെല്ലാന്റെ ഡേറ്റ്, ഓർത്തേക്ക് ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് ഈ ഒരു സെക്കൻഡ് ഹാഫ് ആയിരിക്കും അസസിക്ക് തരാൻ പോകുന്നത് എന്നുള്ളത് ഓർത്തേക്കുക. സോ ദി സെക്കൻഡ് ഹാഫ് വിൽ ബി റിറ്റെയിൻഡ് ബൈ ദി അസസി. ഓക്കെ, സോ സെൽഫ് അസസ്മെന്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമ്മളിപ്പം ചെല്ലാൻ കണ്ടു. സെൽഫ് അസസ്മെന്റ് സെക്ഷൻ 140A ആണ്. ബാലൻസ് ടാക്സ് പേയ്മെന്റ് നടത്തുന്നു, അതിനുശേഷം റിട്ടേൺ ഫയൽ ചെയ്യുന്നു എന്നുള്ളതും കണ്ടു. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ദ റിട്ടേൺ ഷാൽ ബി ഫയൽഡ് അലോങ് വിത്ത് ദ പ്രൂഫ് ഓഫ് പേയ്മെന്റ്. പ്രൂഫ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളിപ്പം കണ്ട ചെല്ലാൻ ഓഫ് സച്ച് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ടാക്സും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും, രണ്ട് കാര്യങ്ങളും ഈ ചെല്ലാൻ വഴിയായിട്ട് തന്നെയാണ് പേയ്മെന്റ് നടത്തുന്നത്. ആൻഡ് ഈ ചെല്ലാൻ ഡീറ്റെയിൽസ് ഓൺലൈനായിട്ട് റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ചെല്ലാൻ്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരിക്കണം. നേരത്തെ നമ്മൾ ഫിസിക്കലായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ചെല്ലാൻ്റെ കോപ്പി വെക്കണമായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഷുഡ് ബി സബ്മിറ്റഡ് എലോങ് എന്ന് പറയുന്നത്. ഇത് പണ്ടത്തെ സിസ്റ്റത്തിന്റെ കാര്യമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇഫ് ദർ ഈസ്, ഇങ്ങനെ ചെയ്യുന്നതിനകത്ത് if there is delay or shortfall in payment of any installment of advance tax ന്റെ ഏതെങ്കിലും ഇൻസ്റ്റാൾമെന്റിൽ ഡിലേ ഇല്ലെങ്കിൽ ഷോർട്ട് ഫോൾ വന്നിട്ടുണ്ട് എന്ന് കരുതുക. ഓക്കെ, ഡിലേയോ ഷോർട്ട് ഫോളോ ഇല്ലെങ്കിൽ ഡിലേ ഇൻ ഫയലിംഗ് ഓഫ് റിട്ടേൺ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളിൽ അഡ്വാൻസ് ടാക്സിന്റെ പേയ്മെന്റിൽ ഡിലേയോ ഷോർട്ട് ഫോളോ ഇല്ലെങ്കിൽ ഫയലിംഗ് ഓഫ് റിട്ടേണിന്റെ അകത്ത് ഡിലേ വന്നിട്ടുണ്ട് എന്ന് കരുതുക. അസസി ഷാൽ ഓൾസോ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്. ഏതൊക്കെ ഇൻട്രസ്റ്റ് ആണ് കയറി വരുന്നത്? 234A വരുന്നുണ്ട്, 234B വരുന്നുണ്ട്, 234C വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്താണ് 234F എന്ന് പറയുന്നത്. സോ 234A, B, C, 234F ഇത്രയും ഇൻട്രസ്റ്റുകൾ കയറി വരുന്നുണ്ട്. സോ ഈ പറയുന്ന നെറ്റ് ടാക്സ് പേയബിൾ മാത്രമല്ല, ഈ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് ഈ പറയുന്ന സെൽഫ് അസസ്മെന്റിന്റെ ടൈമിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യുന്ന
എന്നുള്ള കാര്യം ഓർത്തേക്ക്. ആൻഡ് ഈ ഇൻട്രസ്റ്റുകളെല്ലാം ഏത് ചെല്ലാൻ്റെ അകത്താണ്? ചെല്ലാൻ നമ്പർ 280 തന്നെയാണ് ചെയ്യുന്നത്. ചോദ്യം വരാം, ഈ പറയുന്ന ഇൻട്രസ്റ്റിന് സെപ്പറേറ്റ് ആയിട്ട് ചെല്ലാൻ ഫിൽ ചെയ്യണോ? വേണ്ട, സെയിം ചെല്ലാൻ്റെ അകത്ത് തന്നെ നമ്മൾ കണ്ടു. ഇൻട്രസ്റ്റിന് ഇതിൻ്റെ അകത്ത് തന്നെ ടാക്സിന്റെ കൂടെ തന്നെ പോർഷൻ ഉണ്ട്. സോ വി ക്യാൻ യൂസ് ദ സെയിം ചെല്ലാൻ എന്നുള്ള ഓർത്തേക്കാം. Then, if any assessee fails to pay tax or interest or both, ഈ പറയുന്നതായിട്ടുള്ള ടാക്സോ ഇൻട്രസ്റ്റോ എന്തെങ്കിലും പേയ്മെന്റ് നടത്താൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് കരുതുക, ഫെയിൽസ്, ഓക്കെ, he shall be deemed to be assessee in ഡിഫോൾട്ട് വരുത്തിയ ഒരു അസസി ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 140A ഇതൊന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ആദ്യമായിട്ട് സെൽഫ് അസസ്മെന്റ് ആണ് സെക്ഷൻ 140A. റെഗുലർ ആയിട്ടുള്ള ഇൻകത്തിന് മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, നെറ്റ് ടാക്സ് പേയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ നെറ്റ് ടാക്സ് പേയ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും TDS, TCS, അഡ്വാൻസ് ടാക്സ്, ഡബിൾ ടാക്സേഷൻ റിലീഫ്, ടാക്സ് ക്രെഡിറ്റ്, ഇത്രയും കാര്യങ്ങൾ കുറച്ചതിന് ശേഷമാണ് നെറ്റ് ടാക്സ് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ നെറ്റ് ടാക്സ് പേയബിളിനെ നമ്മൾ ഒരു ചെല്ലാൻ വഴിയായിട്ടാണ് അടയ്ക്കുന്നത്. ആ ചെല്ലാൻ ഏതാണ്? ചെല്ലാൻ നമ്പർ 280. അതിനുശേഷമാണ് ഈ പറയുന്ന റിട്ടേൺ, ഫയലിംഗ് ഓഫ് റിട്ടേൺ ചെയ്യുന്നത്. അതായിരുന്നു അതിൻ്റെ അകത്ത് കണ്ടത്. അതിനുശേഷം ഇങ്ങനെ ഫയൽ ചെയ്ത് ചെല്ലാൻ നമ്പർ 280യുടെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെല്ലാൻ നമ്പറും ചെല്ലാൻ ഡേറ്റും ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ റിട്ടേണിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. മെൻഷൻ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നെറ്റ് ടാക്സ് ലയബിലിറ്റി 0 ആയി മാറും. ഓക്കെ, ആൻഡ് ഈ പറയുന്ന ടാക്സ് പേയ്മെന്റിന്റെ അകത്ത്, അതായത് അഡ്വാൻസ് ടാക്സിന്റെ പേയ്മെന്റിന്റെ അകത്ത് എന്തെങ്കിലും ഡിലേയോ ഷോർട്ട് ഫോളോ ഉണ്ട് എന്ന് കരുതുക. ഇല്ലെങ്കിൽ റിട്ടേൺ ഫയലിംഗിന്റെ അകത്ത് ഡിലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 139(1) അകത്തുള്ള ഡ്യൂ ഡേറ്റ്സിന്റെ അകത്ത് ഫയൽ ചെയ്തിട്ടില്ല എന്ന് കരുതുക, ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലേ വരത്തില്ലേ? അങ്ങനെ ഡിലേ വന്നിട്ടുണ്ട് എന്ന് കരുതുക, ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഇൻട്രസ്റ്റുകൾ ഇതെല്ലാം ചാർജ് ആവും. ഏതൊക്കെയാണ്? 234A, 234B, 234C, 234F. ഓക്കെ, ഇത്ര ഇൻട്രസ്റ്റുകൾ കയറി വരും. അങ്ങനെയാണെങ്കിൽ നെറ്റ് ടാക്സ് ലയബിലിറ്റി പേയ്മെന്റ് നടത്തുമ്പോഴത്തേക്കും ഈ ഇൻട്രസ്റ്റും കൂടെ 280 ചെല്ലാൻ്റെ അകത്ത് പേയ്മെന്റ് നടത്തിയതിനു ശേഷം ആയിരിക്കണം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇഫ് നോട്ട്, എന്ത് സംഭവിക്കുന്നു? അസസി വിൽ ബി കൺസിഡർഡ് ആസ് അസസി ഇൻ ഡിഫോൾട്ട്. ഇത്രയും കാര്യങ്ങളാണ് 140A സെൽഫ് അസസ്മെന്റ് 140A. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അസസ്മെന്റ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് സെൽഫ് അസസ്മെന്റ് അസസി തന്നെ ചെയ്യുന്നതായിട്ടുള്ള സെൽഫ് അസസ്മെന്റ് കഴിഞ്ഞു. അതിനുശേഷം ഈ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഈ റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്നുണ്ടാവുന്ന അസസ്മെന്റ്, അതായത് അസസിയുടെ സൈഡിൽ നിന്ന് ഒരു അസസ്മെന്റ് ഉണ്ട്, അതിനുശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്നുള്ള അസസ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 2 അസസ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തേക്ക്. ഓക്കെ, ഇനി ഈ അസസി ഫയൽ ചെയ്തേക്കുന്ന സെൽഫ് അസസ്മെന്റ് അത് ഫയൽ ചെയ്തേക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഒന്ന് അസസ് ചെയ്തതിന് ശേഷം എന്ന് കരുതുക. അതായത് അസസി ഫയൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. അതിൻ്റെ അകത്ത് യാതൊരു വേരിയേഷൻസും ഉണ്ടാകത്തില്ല. സപ്പോസ് അസസി ഫയൽ ചെയ്തു ആൻഡ് അസസി ഒരു ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുവാണ് അതിനേക്കാളും കൂടിയ ഒരു എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് എന്ന് പറയുവാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ടാക്സ് അസസി അടയ്ക്കേണ്ടതായിട്ട് വരും, അല്ലെ? ആൻഡ് ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ അസസി ഓൾറെഡി അടച്ചേക്കുന്ന എമൗണ്ട് അത് എക്സസ് ആണ് എന്ന് കരുതുക. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അസസി എന്താ കൊടുക്കുന്നത്? റീഫണ്ട് കൊടുക്കും. സോ റീഫണ്ട് ഇല്ല എങ്കിൽ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് എമൗണ്ട് പേയബിൾ ആയിട്ട് മാറുന്നതായിരിക്കും ഈ പറയുന്ന അസസ്മെന്റ് ടൈമിൽ എന്നുള്ളത് ഓർത്തേക്കുക. ആൻഡ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തേത് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അസസ്മെന്റ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേൺ. അസസ്മെന്റ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേൺ 143(1) ആണ്. ആൻഡ് അതിനെ തന്നെയാണ് സമ്മറി അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. അസസ്മെന്റ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ സമ്മറി അസസ്മെന്റ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് കവേർഡ് അണ്ടർ സെക്ഷൻ 143(1). 143(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറി അസസ്മെന്റ്, 143(1) എന്ന് പറഞ്ഞാൽ സമ്മറി എന്ന് പറയുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ഉള്ളൊരു ചെക്കിംഗ് ഒന്നും അതിൻ്റെ അകത്ത് നടക്കുന്നില്ല എന്ന് ഓർത്തേക്കുക. ദ റിട്ടേൺ ഫയൽ അണ്ടർ സെക്ഷൻ 139(1) എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? റിട്ടേൺ or in response to notice under section 142(1). ഏതാണ് കമ്പൽസറി റിട്ടേൺ? ഒന്നെങ്കിൽ ഏതൊക്കെയാണ്?
ഈ പറയുന്ന വോളണ്ടറി ആയിട്ടുള്ളത് ഇല്ലെങ്കിൽ കമ്പൽസറി ആയിട്ടുള്ളത് റിട്ടേൺ ഫയൽ അണ്ടർ സെക്ഷൻ 139(1) or in response to notice under section 142(1) shall be processed after making following adjustment. ഈ പറയുന്നതായിട്ടുള്ള താഴത്ത് പറയുന്നതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നടത്തിയതിനു ശേഷമായിരിക്കും പ്രോസസ് ചെയ്യുന്നത്. അതായത് പ്രോസസ്സിങ്ങിൽ ഇത്രയും കാര്യങ്ങൾ ഇത്ര അഡ്ജസ്റ്റ്മെന്റ് നടക്കണം. ഫസ്റ്റ് വൺ, അതായത് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഏത് സെക്ഷനിലാണ് നടക്കുന്നത്? 143(1) അകത്താണ് നടക്കുന്നത്. ആരാണ് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുന്നത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്നാണ് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കുന്നത്. ആൻഡ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വ്യക്തി, ഇൻകം ടാക്സിന്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലുള്ള ഏതെങ്കിലും കേഡറിലുള്ള ഒരു വ്യക്തിയാണോ ഇത് ചെയ്യുന്നത്? അല്ല, ഇത് സിസ്റ്റമാണ് ചെയ്യുന്നത് എന്നുള്ള ഓർത്തേക്ക്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഓൺലൈനായിട്ടല്ലേ, അതേ ഓൺലൈനായിട്ടുള്ള സിസ്റ്റത്തിനെ സെൻട്രൽ പ്രോസസ്സിംഗ് സെന്റർ CPC ബാംഗ്ലൂർ ഡിവിഷനിലാണ് ഇതിന്റെ പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത്. ഓക്കെ, സോ ഈ CPC ആണ് ഈ സമ്മറി അസസ്മെന്റ് നടത്തുന്നത് എന്നുള്ള ഓർത്തേക്കുക. സോ അത് ഓൾറെഡി അതിന്റെ അൽഗോരിതത്തിലേക്ക് ഇൻകം ടാക്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് കാൽക്കുലേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ എറർ ചെക്കിങ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ CPCയുടെ സിസ്റ്റത്തിൻ്റെ അകത്തുണ്ട്. അതിന്റെ ബേസിസിൽ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഈ പറഞ്ഞ 143(1) സമ്മറി അസസ്മെന്റ് നടക്കുന്നത് എന്നുള്ള ഓർത്തേക്കുക. ആൻഡ് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ഏതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്? ഇനി അരിത്തമാറ്റിക്കൽ എറർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന കാൽക്കുലേഷൻ എന്തെങ്കിലും അനക്ഷേഴ്സോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ അകത്തുള്ള അരിത്തമാറ്റിക്കൽ എറർ, ടോട്ടലിംഗ് എറർ എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതുക, അത് വിൽ ബി ഹൈലൈറ്റഡ്. ഓക്കെ, ആ എറേഴ്സ് വിൽ ബി കറക്റ്റഡ്. അത് ഏത് സ്റ്റേജിലാണ്? ഈ 143(1) സ്റ്റേജിൽ those errors will be corrected, those errors will be displayed, those errors will be highlighted, those errors will be intimated to the assessee എന്നുള്ള ഓർത്തേക്കുക. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകറക്റ്റ് ക്ലെയിം. If such incorrect claim is apparent in the return, എന്തെങ്കിലും ഇൻകറക്റ്റ് ആയിട്ടുള്ള ക്ലെയിം വിച്ച് ഇസ് അപ്പറന്റ് ഇൻ ദ റിട്ടേൺ അത് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ വിപരീതമായിട്ട് എന്തെങ്കിലും ക്ലെയിം ഉണ്ട് എന്ന് കരുതുക. അതായത് 80C മുതൽ 80U വരേക്കും കുറെ അധികം കാര്യങ്ങളുണ്ടല്ലോ, ഡിഡക്ഷൻസ് ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ഇല്ല എങ്കിൽ എന്തെങ്കിലും റിലീഫോ റിബേറ്റോ അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ടുള്ളത് എന്തെങ്കിലും നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. വിച്ച് ഇസ് അപ്പറന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് ഒറ്റ നോട്ടത്തിൽ വിസിബിൾ ആണ്. ഒറ്റ നോട്ടത്തിൽ, അതായത് ഈ പറഞ്ഞ CPC ബാംഗ്ലൂരിൽ സിസ്റ്റം പ്രോസസ് ചെയ്യുമ്പോഴത്തേക്കും സിസ്റ്റത്തിനറിയാം ഇതൊരു ഇൻകറക്റ്റ് ക്ലെയിം ആണ് എന്ന് കരുതുക. ആ അഡ്ജസ്റ്റ്മെന്റ്, ആ ക്ലെയിമിന്റെ അഡ്ജസ്റ്റ്മെന്റ് നടത്തും. അതായത് ആ ക്ലെയിമിനെ, ഇൻകറക്റ്റ് ക്ലെയിമിനെ എക്സ്ക്ലൂഡ് ചെയ്യും, മാറ്റും എന്നുള്ളതാണ്. ദെൻ അടുത്തത് disallowance of loss claimed if return under section 139(3). 139(3 ഏതാണ്? return of loss is filed beyond due date. ഓക്കെ, അതായത് വിത്തിൻ ഡ്യൂ ഡേറ്റ് ഫയൽ ചെയ്തിട്ടില്ല എന്ന് കരുതുക. ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റിയല്ലാത്തതായിട്ടുള്ള ലോസുകളെ ഈ പറയുന്ന റിട്ടേണിന്റെ അകത്ത് ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ആ ക്ലെയിമുകളെ ആ ലോസുകളെ ഡിസലവ് ചെയ്യും. അല്ലാതെ എല്ലാ ലോസിനെയും അല്ല, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റിയല്ലാത്ത ലോസുകളെ ഡിസലവ് ചെയ്യുമെന്ന് ഓർത്തേക്കുക. അത് ആരാണ് ഡിസലവ് ചെയ്യുന്നത്? CPC ബാംഗ്ലൂരിലുള്ള CPC എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസിംഗ് സെന്റർ ബാംഗ്ലൂരിലുള്ള സിസ്റ്റം ബൈ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഓർത്തേക്കുക. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൽവൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ indicated in the audit report but not taken into account in computing total income. അതായത് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അകത്ത് ഏതെങ്കിലും എക്സ്പെൻഡിച്ചറിനെ ഡിസലവ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ആൻഡ് ആ എക്സ്പെൻഡിച്ചറിനെ ഈ പറയുന്ന ടോട്ടൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനകത്ത് എക്സ്പെൻഡിച്ചർ ഡിസലവ് ചെയ്തിട്ടില്ല എന്ന് കരുതുക. അതായത് ടോട്ടൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനും ഓഡിറ്റ് റിപ്പോർട്ടും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ that expenditure will be disallowed എന്നുള്ളതാണ്. Then disallowance of deduction if return is filed beyond due date. Okay, അതായത് ഇവിടെയും ഡ്യൂ ഡേറ്റ് 139(1) ഡ്യൂ ഡേറ്റിന് ശേഷമാണ് ഫയൽ ചെയ്തേക്കുന്നതെന്ന് കരുതുക. ഈ പറയുന്നതായിട്ടുള്ള എല്ലാ ഡിഡക്ഷൻസ് ഏതാണ്? 10AA, 80IA, 80IAB, 80IB, 80IC, 80ID, 80IE ഇങ്ങനത്തെ ഈ പറയുന്ന എല്ലാ ഡിഡക്ഷൻസിനും ഡിസലവ് ചെയ്യും. ഓക്കെ, സോ CPC സെൻട്രൽ പ്രോസസിംഗ് സെന്റർ ബാംഗ്ലൂർ
ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ് ഇതെല്ലാം എന്നുള്ള ഓർത്തേക്കുക. ഓക്കെ, ഇത് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? സമ്മറി അസസ്മെന്റ്. സമ്മറി അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നതാണ്? ഒരു അസസി റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ എത്തി കഴിയുമ്പോഴത്തേക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേജ് ആണ്, ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ പറയുന്ന സമ്മറി അസസ്മെന്റ്. ഇനി ഈ സമ്മറി അസസ്മെന്റ്, ഇങ്ങനെ സമ്മറി അസസ്മെന്റ് ചെയ്തതിന് ശേഷം an intimation shall be prepared and sent. Okay, an intimation എന്ന് പറയുമ്പോഴത്തേക്കും അതായത് അസസി ക്ലെയിം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് അസസിയുടെ ഓരോ ക്ലെയിമും ഓക്കെ ഇത് പർട്ടിക്കുലേഴ്സ് ആണ് ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ടുകളും എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ഈ ഇന്റിമേഷന്റെ ഫോർമാറ്റ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ക്ലെയിംഡ് ബൈ ദി അസസി ആൻഡ് അതിന് ഈക്വൽ ആയിട്ട് അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് വാട്ട് ഈസ് അലൗഡ് ബൈ ദി ഡിപ്പാർട്ട്മെന്റ്. ഈ ഓരോ എമൗണ്ടിനും എത്രയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അലൗ ചെയ്തേക്കുന്നതെന്ന് ഇപ്പുറത്തെ സൈഡിൽ മെൻഷൻ ചെയ്തിരിക്കും. ഓക്കെ, സോ ഇവിടെ 2 കോളം ആയിരിക്കും. ഒരു പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ടാവും, 2 എമൗണ്ട് കോളം ഉണ്ടാവും. ഈ രണ്ടാമത്തെ എമൗണ്ട് കോളം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന 143(1) അസസ്മെന്റ്, 143(1) എന്ന് പറയുന്നത് സമ്മറി അസസ്മെന്റ് ആണ്. സമ്മറി അസസ്മെന്റ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ പറയുന്ന സെക്കൻഡ് കോളം നോക്കി കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് കോളവും ഈ പറയുന്ന നമ്മുടെ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും തമ്മിൽ ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന് കരുതുക. അങ്ങനെയാണെന്ന് വെച്ചാൽ സമ്മറി അസസ്മെന്റ് അത് യാതൊരു ചേഞ്ചസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടില്ല. അസസി ക്ലെയിം ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെ, അസസി റിട്ടേണിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എല്ലാത്തിനെയും ആ ഒരു സ്റ്റേജില്, സമ്മറി സ്റ്റേജില് ഈ പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഓർത്തേക്ക് ഇത് സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ്, സമ്മറി സ്റ്റേജ് ആണ് എന്നുള്ള ഓർത്തേക്ക. ഈ സ്റ്റേജിൽ ഫർദർ ആയിട്ടുള്ള എവിഡൻസുകളോ ഡോക്യുമെന്റിനെ ഒന്നും നോക്കുന്നില്ല. അസസി ഫയൽ ചെയ്തിട്ടുള്ള അസസിയുടെ ഡിക്ലറേഷന്റെ ബേസിസിലുള്ള കാര്യങ്ങളെ മാത്രമായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആകെ കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കണ്ട അഡ്ജസ്റ്റ്മെന്റ്, ഇത്ര അഡ്ജസ്റ്റ്മെന്റുകളെ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ള ഓർത്തേക്കുക. Okay, so an intimation shall be prepared and sent to the assessee specifying the sum payable or refund due. എന്തെങ്കിലും സം പേബിൾ അല്ലെങ്കിൽ റീഫണ്ട് ഡ്യൂ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇന്റിമേഷന്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കും. സേ ഫോർ എക്സാമ്പിൾ അസസി ഇവിടെ ഒരു റീഫണ്ട് ആണ് ക്ലെയിം ചെയ്തേക്കുന്നത് എന്ന് കരുതുക. അസസി റീഫണ്ട് ആണ് ക്ലെയിം ചെയ്തിരിക്കുന്നത് ആൻഡ് ഈ പറയുന്ന എല്ലാ പെർട്ടിക്കുലേഴ്സും ഇവിടെ സെയിം ആയിട്ട് അസസി ക്ലെയിം ചെയ്തേക്കുന്ന എല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ഓട്ടോമാറ്റിക് ആയിട്ട് അസസിയുടെ ഈ ക്ലെയിം വിൽ ഓൾസോ ബി ആക്സെപ്റ്റഡ് ബൈ ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. എന്ന് പറയുമ്പോൾ അസസിയുടെ ഈ റീഫണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആക്സെപ്റ്റ് ചെയ്യും ആൻഡ് ആ റീഫണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രോസസ് ചെയ്ത് അസസിക്ക് പേയ്മെന്റ് കൊടുക്കും. ക്ലിയർ അല്ലേ കാര്യങ്ങള്? ആൻഡ് ഇവിടെ റീഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസസിക്ക് അത് ഗ്രാന്റ് ചെയ്യും, അസസിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. സമ്മറി അസസ്മെന്റ് മാത്രം ചെയ്തുകൊണ്ട് റീഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ള ഓർത്തേക്കുക. ഓക്കെ, ആൻഡ് ഇന്റിമേഷൻ ഷാൽ ബി സെൻഡ് ടു ദി അസസി വേർ, ഓക്കെ, അതിന് 143(1) ഇന്റിമേഷൻ എന്ന് വിളിക്കും. 143(1) ഇന്റിമേഷൻ will be sent to the assessee where the loss declared in the return by the assessee is adjusted but no tax or interest or fee is payable or no refund is due to him. അതായത് ഈ പറയുന്ന ലോസ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ടാക്സോ ഇൻട്രസ്റ്റോ ഒന്നും പേബിൾ അല്ല എന്ന് കരുതുക. ഓക്കെ, അതേപോലെ തന്നെ റീഫണ്ട് ഒന്നും വരുന്നില്ല എന്ന് കരുതുക. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറയുന്ന ഇന്റിമേഷൻ 143(1) ഇന്റിമേഷൻ അസസിക്ക് ഈ പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അയച്ചു കൊടുക്കും എന്നുള്ള ഓർത്തേക്കുക. ഇനി ഇന്റിമേഷൻ അയക്കണം നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ വേറൊരു പോയിന്റ് കൂടെ വരുന്നുണ്ട്, അതിന്റെ കൂടുതൽ തന്നെ ഇത് വായിക്കേണ്ടതാണ്. നോ ഇന്റിമേഷൻ ഷാൽ ബി സെൻഡ് ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് 1 year ഫ്രം ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദ റിട്ടേൺ ഈസ് മെയ്ഡ്. അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ഇതാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ അസസ്മെന്റ് ഇയർ, ഈ പറയുന്ന അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന അസസ്മെന്റ് ഇയർ എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ ആണല്ലോ, അല്ലെ? നോ ഇന്റിമേഷൻ ഷാൽ ബി സെൻഡ് ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് 1 year
1 year എവിടുന്ന from the end of the financial year in which return is made. അതായത് റിട്ടേൺ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇയറിലാണ്, ഈ പറയുന്ന പ്രീവിയസ് ഇയറിന്റെ റിട്ടേൺ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇയറിലാണ് അസസി ഫയൽ ചെയ്യുന്നത് എന്ന് കരുതുക. ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് മുതൽ ഒരു കൊല്ലം കാലാവധി ഉണ്ട്. ഏതിനു വേണ്ടി? 143(1) അസസ്മെന്റ് നടത്താനും അതിന്റെ ഇന്റിമേഷൻ അയക്കാനും. ഓക്കെ, 143(1) ഇന്റിമേഷൻ അയക്കാൻ വേണ്ടിയുള്ള കാലാവധി അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1 year ആണ്. 1 year എവിടെ മുതലാണ്? ഫ്രം ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് റിട്ടേൺ ഇസ് മെയ്ഡ് എന്നുള്ള കാര്യം ഓർത്തേക്കുക. Then, where no sum is payable or refundable to the assessee, where no adjustment has been made during 143(1) നമ്മുടെ ഈ പറയുന്ന സമ്മറി അസസ്മെന്റ് സ്റ്റേജിൽ യാതൊരു ചേഞ്ചസും ഇല്ല. അസസി ക്ലെയിം ചെയ്ത അതേ എമൗണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുവാണ് എന്ന് കരുതുക, അംഗീകരിക്കുവാണ് എന്ന് കരുതുക. അതുപോലെ തന്നെ യാതൊരു വിധത്തിലെ സംസ് പേയബിൾ അല്ല, അതായത് ഇൻകം ടാക്സിലേക്ക് എമൗണ്ടുകളൊന്നും പേയബിൾ അല്ല, അതുപോലെ തന്നെ റീഫണ്ടബിൾ അല്ല എന്ന് കരുതുക. ദ അക്നോളജ്മെന്റ് വളരെ വൈറ്റൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. ദ അക്നോളജ്മെന്റ് ഓഫ് ദ റിട്ടേൺ shall be deemed to be the intimation under section 143(1). അതായത് ഈ ഇന്റിമേഷൻ ഉണ്ടല്ലോ, ഓക്കെ, ഒരു ഡീമിങ് ഫിക്ഷൻ വഴിയായിട്ട് ഈ ഇന്റിമേഷനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ 139(1) ഡ്യൂ ഡേറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അക്നോളജ്മെന്റ് കിട്ടും. ഓക്കെ, അക്നോളജ്മെന്റ് കിട്ടും. ഈ അക്നോളജ്മെന്റ് shall be deemed to be 143(1) ഇന്റിമേഷൻ എന്നുള്ള ഓർത്തേക്കുക. അതായത് യാതൊരു വിധത്തിലെ അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ല എന്ന് കരുതുക. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എമൗണ്ട് ഒന്നും പേയ്മെന്റ് നടത്തേണ്ട ആവശ്യം വരുന്നില്ല എന്ന് കരുതുക. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റീഫണ്ട് ഒന്നും ഇല്ല എന്ന് കരുതുക. ഓക്കെ, ഈ സിറ്റുവേഷന്റെ അകത്ത് 143(1) ഇന്റിമേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോട്ട് അയച്ചു തരേണ്ട റിക്വയർമെന്റ് ഇല്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഡ്യൂ ഡേറ്റിനകത്ത് 139(1) ഡ്യൂ ഡേറ്റിനകത്ത് റിട്ടേൺ ഫയൽ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി കിട്ടിയ ആ ഒരു അക്നോളജ്മെന്റ് ഷാൽ ബി ഡീംഡ് ടു ബി ഇന്റിമേഷൻ അണ്ടർ സെക്ഷൻ 143(1). ക്ലിയർ അല്ലേ പോയിന്റ്? ഓക്കെ, then last, the board CBDT may make a scheme for centralized processing of returns under section 143(1) to expeditiously process the filed returns. ഈ ഫയൽ ചെയ്തേക്കുന്ന റിട്ടേൺ പ്രോസസ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന CBDTക്ക് എന്ത് സ്കീം പ്രിപ്പയർ ചെയ്യാമെന്ന്, ആൻഡ് ആ സ്കീമാണ് ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം തന്നെയാണ് ഈ പറയുന്ന അസസ്മെന്റ് നടത്തുന്നത്. സോ ഈ പറയുന്ന അസസി റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നുള്ള ഫസ്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്നതാണ് സമ്മറി അസസ്മെന്റ്. ഈ സമ്മറി അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസറല്ല ചെയ്യുന്നത്, പിന്നെയോ സിസ്റ്റം ആണ് ചെയ്യുന്നത്. ആ സിസ്റ്റം ചെയ്യുന്നത് അതിന്റെ സെൻട്രൽ ബാംഗ്ലൂരിലാണ് ചെയ്യുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീം പ്രിപ്പയർ ചെയ്തേക്കുന്ന ആരാണ്? CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ആൻഡ് അത് എന്ത് ചേഞ്ചസ് അതിൻ്റെ അകത്ത് വരുത്താനുള്ള റൈറ്റും ആർക്കുണ്ട്? CBDT കൊണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സമ്മറി അസസ്മെന്റ് അകത്തുള്ളത്. അടുത്തത് എൻക്വയറി ബിഫോർ അസസ്മെന്റ്, സെക്ഷൻ 142. ഇത് അസസ്മെന്റ് ആണോ? അല്ല, ഇത് അസസ്മെന്റ് മുമ്പായിട്ട് നടത്തുന്ന എൻക്വയറി ആണ്. സോ ദിസ് ഈസ് ബൈ നേച്ചർ നോട്ട് ആൻ അസസ്മെന്റ് എന്ന് ഓർത്തേക്ക. പക്ഷെങ്കിൽ അസസ്മെന്റ് ചെയ്യാൻ വേണ്ടി അസസ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അസസിംഗ് ഓഫീസർ ധാരാളം ഇൻഫർമേഷൻസ് വേണം, അസസിയുടെ ധാരാളം ഇൻഫർമേഷൻസ് വേണം. ആ ഇൻഫർമേഷൻ, ആ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ എൻക്വയറി നടത്തുന്നത് എന്ന് ഓർത്തേക്ക. So this is not an assessment, but this will help the income tax department to do a better assessment എന്നുള്ള ഓർത്തേക്കുക. Okay. Section 142. Assessing officer may serve a notice under section 142 on any person. ഈ പറയുന്ന 142യുടെ നോട്ടീസ് കൊടുക്കാനുള്ള സാഹചര്യം ഏതാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോട്ടീസ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന എൻക്വയറി നടത്തുന്നത്. അതിന്റെ സാഹചര്യം
on any person who has made a return under section 139, അതായത് ഒരു വോളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്ത ഒരു വ്യക്തിയിലോ ഇല്ലെങ്കിൽ in whose case the time allowed under section 139(1) for furnishing the return has expired. 139(1) ഡ്യൂ ഡേറ്റ്സ് ഉണ്ടല്ലോ, വോളണ്ടറി റിട്ടേണിന്റെ ഡ്യൂ ഡേറ്റ്സ്, അത് എക്സ്പയർ ആയിട്ടുണ്ട് എന്ന് കരുതുക. ഓക്കെ, എക്സ്പയർ ആയതിനു ശേഷം ഈ പറയുന്ന അസസി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്ന് കരുതുക, ഓട്ടോമാറ്റിക്കലി 142 നോട്ടീസ് ഇഷ്യൂ ചെയ്യും. 142 നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ദെൻ ആ നോട്ടീസിന് റിപ്ലൈ ആയിട്ട് സെക്കൻഡ് സിറ്റുവേഷൻ്റെ അകത്ത്, ഈ പറയുന്ന സെക്കൻഡ് സിറ്റുവേഷൻ്റെ അകത്താണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് കരുതുക. ആ നോട്ടീസിന് റിപ്ലൈ ആയിട്ട് അസസി ഹാസ് ടു ഫയൽ ദ റിട്ടേൺ. അതാണ് കമ്പൽസറി റിട്ടേൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ സെഷൻ്റെ അത് കണ്ടത്. ഓക്കെ, സോ ദ പർപ്പസ് ഫോർ വിച്ച് സച്ച് നോട്ടീസ് ക്യാൻ ബി സെർവ്ഡ് ആർ, ഏതൊക്കെയാണ്, എന്ത് പർപ്പസിന് വേണ്ടിയാണ് ആ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്, ഇത് 142 നോട്ടീസ് എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ട് 3 പർപ്പസ് ആണ്. ഫസ്റ്റ് വൺ, ടു ഫർണിഷ് എ റിട്ടേൺ ഓഫ് ഹിസ് ഇൻകം ഇൻ കേസ് വെർ ദ പേഴ്സൺ ഹാസ് നോട്ട് ഫയൽഡ് റിട്ടേൺ. അതായത് ഇവിടെ ഈ പറഞ്ഞേക്കുന്ന സിറ്റുവേഷൻ, if he has not filed return, assessing officer will ask that particular assessee to furnish a return of his income. Okay, now ഇവിടെ അസസി ആവാം, റെപ്രസെന്റേറ്റീവ് അസസി ആവാം. മനസ്സിലായോ? അസസി ഇതേ അസസിനെ മറ്റൊരാളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. on behalf of that second person, he has to file return of income. So ഒന്നെങ്കിൽ അസസിയുടെ അടുത്തോ ഇല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് അസസിയുടെ അടുത്തായിരിക്കും ഈ പറഞ്ഞ അസസിംഗ് ഓഫീസർ റിക്വസ്റ്റ് ചെയ്യുന്നത് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യാൻ വേണ്ടി. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. രണ്ടാമത്, ടു പ്രൊഡ്യൂസ് ഓർ കോസ് ടു ബി പ്രൊഡ്യൂസ് സച്ച് അക്കൗണ്ട്സ് ഓർ ഡോക്യുമെന്റ്സ്. നൗ ഈ പറയുന്ന ഫസ്റ്റ് കേസിന്റെ അകത്ത് ഓൾറെഡി റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്ത വ്യക്തിയോട് ആണ് ഈ പറയുന്ന രണ്ടാമത്തെ കാര്യം ചോദിക്കുന്നത്. കോസ്റ്റ് ടു ബി പ്രൊഡ്യൂസ് ഇല്ലെങ്കിൽ ടു പ്രൊഡ്യൂസ് സച്ച് അക്കൗണ്ട്സ് ഓർ ഡോക്യുമെന്റ്. എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്? അക്കൗണ്ട്സ് ഇല്ലെങ്കിൽ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ പറയുന്ന അക്കൗണ്ട്സ് ഇല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എന്തിനു വേണ്ടിയാണ്? അസസ്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുള്ള അസസ്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന എൻക്വയറിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ടുള്ളത് ഫർണിഷ് ഇൻ റൈറ്റിംഗ്. ടു ഫർണിഷ് ഇൻ റൈറ്റിംഗ്, അതായത് ഒഫീഷ്യൽ ആയിട്ട് ഓറൽ കൊടുത്താൽ പോരാ, ഇൻ റൈറ്റിംഗ് ഡോക്യുമെന്റഡ് ആയിട്ട് കൊടുക്കണം. ഇൻഫർമേഷൻ ഓൺ സച്ച് പോയിന്റ്സ് ഓർ മാറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എന്താണ് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ഓഫ് ദി അസസി. അസസിയുടെ അക്കൗണ്ട്സ് ഇല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് മാത്രമല്ല, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വരെ വേണമെങ്കിൽ ഈ പറയുന്ന അസസിംഗ് ഓഫീസർക്ക് 142 നോട്ടീസ് വഴിയായിട്ട് റിക്വസ്റ്റ് ചെയ്ത് കോൾ ഫോർത്ത് ചെയ്യാം എന്നുള്ള ഓർത്തേക്കുക. ഓക്കെ, സോ ദിസ് ഈസ് 142. 142 by itself, is it an assessment? No. Of course, it is not an assessment, but will help the income tax department to do the assessment of the. Then, in the continuation, assessing officer has to take previous approval of the joint commissioner in the India before requesting statement of all assets and liabilities of the assessee. ഈ അസസിയുടെ എല്ലാ അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആർക്ക് ചോദിക്കാം? അസസിംഗ് ഓഫീസറിന്, അസസിയോട് ചോദിക്കാം. പക്ഷെ എങ്കിൽ അങ്ങനെ ചോദിക്കുന്നതിന് മുമ്പായിട്ട് ജോയിന്റ് കമ്മീഷണറുടെ അപ്രൂവൽ എടുത്തിരിക്കണം. അതെങ്ങനെ? പ്രീവിയസ് അപ്രൂവൽ എടുത്തിരിക്കണം. ഓർത്തേക്ക്, ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, എൻക്വയറി ബിഫോർ അസസ്മെന്റ് അത് വരുന്നതാണ്. ദെൻ അടുത്ത പോയിന്റ്, അസസിംഗ് ഓഫീസർ ഷാൽ നോട്ട് റിക്വയർ production of any accounts relating to a period more than എത്ര years? More than 3 years prior to the previous year. റെലവെന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിന്റെ അല്ലേ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അസസ്മെന്റ് ഇയറിനകത്ത്. ഈ പറയുന്ന പ്രീവിയസ് ഇയറിന്റെ മുമ്പോട്ട് 3 കൊല്ലങ്ങളിലെ വരെ ഉള്ള ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ അക്കൗണ്ട്സ് മാത്രമേ അസസിംഗ് ഓഫീസറിന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? പ്രീവിയസ് ഇയർ, അതിന്റെ മുമ്പോട്ടുള്ള 3 കൊല്ലം. ഓക്കെ, അതിന്റെ മുമ്പോട്ടുള്ള ഡേറ്റ ഒരു കാരണവശാലും ആർക്ക് ചോദിക്കാൻ പറ്റത്തില്ല? അസസിംഗ് ഓഫീസറിന് ചോദിക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു ടൈം ബാറിംഗ് ഉണ്ട്. ഓക്കെ, എൻക്വയറി ബിഫോർ അസസ്മെന്റ് ഈ പറയുന്ന സെക്ഷൻ 142ന്റെ അകത്ത് 3 കൊല്ലം മുമ്പോട്ടുള്ള ഡേറ്റ മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഓർത്തേക്കാം. അടുത്തത്, അസസിംഗ് ഓഫീസർ മസ്റ്റ് സ്പെസിഫൈ ഇൻ ഹിസ് നോട്ടീസ് to what documents or information he wants
the associate to be produced before him. Means the notice requesting accounts or documents should be very clear. അതിൻ്റെ അകത്ത് യാതൊരു വിധ ആംബിഗ്യൂറ്റി ഉണ്ടാകാൻ പാടില്ല. അസസിംഗ് ഓഫീസറിന് അസസ് ചെയ്തത് എന്താണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് ആ നോട്ടീസിന്റെ അകത്ത് ഉണ്ടായിരിക്കണം. Is it clear? Then, for obtaining full information in respect of income or loss of any person, the assessing officer may make such enquiry as he may consider necessary. 142.2 അതൊരു empowering section ആണ്. അസസിംഗ് ഓഫീസറിനെ പവർ ചെയ്യുന്നതായിട്ടുള്ള സെക്ഷൻ ആണ് 142.2. ഈ 142.2 ആണ് അസസിംഗ് ഓഫീസറിന് റൈറ്റ്സ് അല്ലെങ്കിൽ പവർ കൊടുക്കുന്നത് ഏതിനു വേണ്ടി? ഈ പറയുന്ന ഇൻഫർമേഷൻ കോൾ ഫോർത്ത് ചെയ്യാനും ഒബ്റ്റെയിൻ ചെയ്യാനും ആ ഇൻഫർമേഷൻ അസസ്മെന്റ് യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ക്ലിയർ അല്ലേ കാര്യങ്ങൾ? അടുത്തത് അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ഓർ സ്ക്രൂട്ടണി അസസ്മെന്റ് ആണ്. ഇതെന്നതാണ് സ്ക്രൂട്ടണി അസസ്മെന്റ്? നമ്മൾ നേരത്തെ സമ്മറി അസസ്മെന്റ് കണ്ടായിരുന്നു. സമ്മറി അസസ്മെന്റ് സിസ്റ്റമാണ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇത് സ്ക്രൂട്ടണി അസസ്മെന്റ് ആണ്. സ്ക്രൂട്ടണിയുടെ ടൈമിലാണ് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കോൾ ഫോർത്ത് ചെയ്യുന്നത്. ഓക്കെ, എൻക്വയറി ബിഫോർ അസസ്മെന്റ് കണ്ടു. ആൻഡ് ഈ സ്ക്രൂട്ടണിയുടെ ടൈമിൽ അസസിയോട് ഫർദർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ചോദിക്കുന്നു. ഫർദർ ആയിട്ട് ഇൻഫർമേഷൻ ചോദിക്കണം എന്ന് വെച്ചാൽ ഈ പറയുന്ന അസസ്മെന്റ് ക്യാരി ഔട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നോട്ടീസ് കൊടുക്കണം. ഓക്കെ, ആ നോട്ടീസാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. നോട്ടീസ് അണ്ടർ സെക്ഷൻ 143.2. ഓക്കെ, when the assessing officer considers it necessary to verify the correctness or completeness of the return to ensure that മൂന്ന് കാര്യങ്ങൾ. Now ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ പറയുന്ന 143.2 നോട്ടീസിന്റെ ഒരു പ്രത്യേകത റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാത്രം ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ടു എൻഷുർ ടു വെരിഫൈ ദി കറക്റ്റ്നെസ് ഓർ കംപ്ലീറ്റ്നെസ് ഓഫ് ദി റിട്ടേൺ എന്നുള്ള ഓർത്തേക്കാം. ഓക്കെ, ഏതൊക്കെ വിത്ത് ഇതിന്റെ ഒബ്ജക്ട്സ്, അതായത് ഇതിന്റെ എൻറ്റയർ പർപ്പസ് എന്താണെന്നുള്ളത്. ഓക്കെ, ടു എൻഷുർ ദാറ്റ് ഫസ്റ്റ് വൺ, ഇൻകം ഹാസ് നോട്ട് ബീൻ അണ്ടർസ്റ്റേറ്റഡ്. സെക്കൻഡ് ഈസ് ലോസ് ഡിക്ലെയർഡ് ഈസ് നോട്ട് എക്സസീവ്. ആൻഡ് തേർഡ്, ടാക്സ് ഹാസ് നോട്ട് ബീൻ അണ്ടർപെയ്ഡ്. അങ്ങനെ മൂന്ന് കാര്യങ്ങളെ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ഈ നോട്ടീസിന്റെ അകത്ത് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ. ഹി ഷാൽ സെർവ്. ഹി എന്ന് പറഞ്ഞാൽ ആരാണ്? അസസിംഗ് ഓഫീസറാണ്. അസസിംഗ് ഓഫീസർ ഷാൽ സെർവ് ഓൺ ദി അസസി എ നോട്ടീസ് ഐദർ ടു, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, ഐദർ ടു അറ്റൻഡ് ഹിസ് ഓഫീസ്, അതായത് ഓഫീസിൽ ഇൻ പേഴ്സൺ വന്ന് കാണാൻ പറയുന്നു. യു ആർ റിക്വസ്റ്റഡ് ടു കം ആൻഡ് മീറ്റ് മീ ഇൻ മൈ ഓഫീസ് ഓൺ ഇൻ എ ഡേറ്റ് അറ്റ് ഇൻ എ ടൈം, ഓർ ടു പ്രൊഡ്യൂസ് എവിഡൻസ് ഓൺ ഡേറ്റ് സ്പെസിഫൈഡ്. ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഇന്ന എവിഡൻസ് സബ്മിറ്റ് ചെയ്യുക എന്ന്. സബ്മിറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ ഇൻ പേഴ്സൺ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നോ, ഇവിടെ ടു കം ആൻഡ് അറ്റൻഡ് ഹിസ് ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അറ്റൻഡ് ആ വ്യക്തി തന്നെ പോയാലേ നടക്കത്തുള്ളൂ. ആ വ്യക്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഒരു മറ്റൊരു വ്യക്തിയോ ചാർട്ടേഡ് അക്കൗണ്ടന്റോ പോയാൽ മതിയാവുമോ? ഓഫ് കോഴ്സ് മതി. കാരണം അസസിയെ എടുത്തുനിന്ന് ഫർദർ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴത്തേക്കും അസസി മൈറ്റ് നോട്ട് ബി കോമ്പിറ്റന്റ്. അസസിക്ക് ഇത്രയും ഈ ഇൻകം ടാക്സിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും. അത് കാരണം അസസി ക്യാൻ എൻട്രസ്റ്റ് ഹിസ് പാർട്ട് ടു ഹിസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അങ്ങനെ എൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഓതറൈസേഷൻ ലെറ്റർ കൊടുക്കണം. ആൻഡ് ആ ഓതറൈസേഷൻ ലെറ്ററും വെച്ചുകൊണ്ട് ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആ ദിവസം പോകുന്നു. ഓക്കെ, ഇൻ റിപ്ലൈ ടു നോട്ടീസ് അണ്ടർ സെക്ഷൻ 143.2. ഓക്കെ, സോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ അസസി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ട എന്നുള്ള പറയുന്നത്. എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്ന ഏതിന്റെ ബേസിസിലാണ്? ഈ ഫയൽ ചെയ്ത റിട്ടേണിന്റെ ബേസിസിൽ. ഓക്കെ, സോ അതിനുശേഷമാണ് സ്ക്രൂട്ടണി നടക്കുന്നത്. സ്ക്രൂട്ടണി എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡെപ്ത് വെരിഫിക്കേഷൻ ആണ്. സമ്മറി ഇൻഡെപ്ത് അല്ല, സ്ക്രൂട്ടണി ഇൻഡെപ്ത് വെരിഫിക്കേഷൻ ആണ് എന്നുള്ള ഓർത്തേക്കുക. ഓക്കെ, such a notice can be served only within എത്ര നാളാണ്? only within 6 months. 6 മാസത്തിനുള്ളിൽ ആ നോട്ടീസ് അയച്ചിരിക്കണം. ഫ്രം ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദി റിട്ടേൺ ഈസ് ഫയൽഡ്. ഇത് ആരുടെ കാര്യമാണ്? ഇവിടെ അസസിംഗ് ഓഫീസർ 143.2 നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് ആണ് പറയുന്നത്. എപ്പം വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ, ഏത് ഫിനാൻഷ്യൽ ഇയർ ആണോ ആ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് മുതൽ 6 months. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നു. ഓക്കെ,
ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് എപ്പോഴും 31 മാർച്ച് അല്ലെ. 31 മാർച്ചിന് ശേഷം 6 മന്ത്സ് ടൈം ഉണ്ട്. ഈ 6 മന്ത്സിനുള്ളിൽ ഈ പറയുന്ന 143(2) നോട്ടീസ് ആർക്ക് ഇഷ്യൂ ചെയ്തിരിക്കണം? ഇൻകം ടാക്സിലെ അസസിംഗ് ഓഫീസർ അസസിക്ക് ഇഷ്യൂ ചെയ്തിരിക്കണം. ഈ 6 മന്ത്സ് എന്ന് പറയുമ്പോഴത്തേക്കും, മാർച്ചിന് ശേഷമുള്ള 6 മന്ത്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ സെപ്റ്റംബർ 30th മുമ്പായിട്ട് ഏത് ഇഷ്യൂ ചെയ്തിരിക്കണം? 143(2) നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കണം. എന്ന് പറയുമ്പോഴത്തേക്കും 143(2) നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നതാ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന കേസിൽ അസസിയുടെ റിട്ടേൺ ഫയൽ ചെയ്തേക്കുന്ന ഈ പറയുന്ന കേസിലേക്ക് കാര്യമായിട്ട് സ്ക്രൂട്ടണിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ ഇനി അതിന് റെസ്പോൺസ് ചെയ്യണം. അതിന് പറഞ്ഞേക്കുന്ന പീരീഡിനകത്ത് റിപ്ലൈ കൊടുക്കുന്നു, ഫർദർ ഡീറ്റെയിൽ കൊടുക്കുന്നു, ഇല്ലെങ്കിൽ ഇൻ പേഴ്സൺ പോയി കാണുന്നു. കാര്യങ്ങൾ കുറേ കൂടെ സീരിയസ് ആവുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന 143(2) നോട്ടീസ് കിട്ടി കഴിയുമ്പോഴത്തേക്കും. ഈ 143(2) നോട്ടീസ് കിട്ടുന്നു. അതിന്റെ റിപ്ലൈയുടെ പല സ്റ്റേജസ് ഉണ്ട്. ഇവിടെ എവിഡൻസ്, ഫർദർ എവിഡൻസ്, ഫർദർ ഇൻഫർമേഷൻ, ഫർദർ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അസസിംഗ് ഓഫീസറിന് വേണമെങ്കിൽ രണ്ടുപേരുടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വാല്യുവേഷൻ ഓഫീസറിന്റെ ഹെൽപ്പ് മേടിക്കാവുന്നതാണ്. ഈ പറയുന്ന അസസിയുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഓൾറെഡി ഓഡിറ്റഡ് ആണ് എന്ന് കരുതുക. എന്നാൽ കൂടെയും രണ്ടാമത് ഒരു ഓഡിറ്റും കൂടെ വേണം എന്ന് വെച്ചാൽ പറയാവുന്നതാണ്. ഓക്കെ, അതാണ് കമ്പൽസറി ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട്, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന എന്തിനാണ്? അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, അഡീഷണൽ ആയിട്ടുള്ള ഡേറ്റ കിട്ടാൻ വേണ്ടിയാണ്. സോ ദാറ്റ് അസസ്മെന്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ ദ ബെസ്റ്റ് മാനർ. സോ ഇങ്ങനെ എല്ലാ ഇൻഫർമേഷൻ, ഇങ്ങനെ എല്ലാ ഡേറ്റ, ഇങ്ങനെ എല്ലാ എവിഡൻസുകൾ എല്ലാം കളക്ട് ചെയ്യുന്നു. അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ബേസിസിലാണ് ഫൈനൽ ആയിട്ടുള്ള ഈ പറയുന്ന സ്ക്രൂട്ടിനി അസസ്മെന്റ് നടത്തുന്നത്. ഈ ഫൈനൽ ആയിട്ടുള്ള സ്ക്രൂട്ടിനി അസസ്മെന്റ് ആണ് നമ്മുടെ 143(3) പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമുള്ള അസസ്മെന്റ് ആണ് സ്ക്രൂട്ടിനി അസസ്മെന്റ്. ഈ ഡോക്യുമെന്റ്സിന്റെ എല്ലാത്തിന്റെ ബേസിസിലുള്ള അസസ്മെന്റ് ആണ്. ഈ എല്ലാ എവിഡൻസിനെയും സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ട്, കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവിടെ അസസ്മെന്റ് നടത്തുന്നത് എന്നുള്ള ഓർത്തേക്കുക. ഓക്കെ, അസസ്മെന്റ് ആഫ്റ്റർ എവിഡൻസ് സെക്ഷൻ 143(3) where the notice is issued to an assessee under section 143(2) നോട്ടീസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും he will pass an order. he എന്ന് പറയുന്ന ആരാണ്? ഇവിടെ അസസിംഗ് ഓഫീസർ ആണ്. Assessing officer will pass an order after hearing such evidence as the assessee may produce. Assessee produce ചെയ്തിരിക്കുന്ന എല്ലാ എവിഡൻസും കേട്ടതിന് ശേഷം, കണ്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം, അതുപോലെ തന്നെ എന്തെങ്കിലും such other evidences as the assessing officer is required. So ഫർദർ എവിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു എസ്റ്റിമേഷൻ ആവാം, ഇല്ല എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഓഡിറ്റിന്റെ ബേസ്ഡ് ആയിട്ടുള്ള കിട്ടിയേക്കുന്ന എന്തെങ്കിലും ഫർദർ പോയിന്റ്സ് ആവാം. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവിടെ അസസ്മെന്റ് നടത്തുന്നത്. ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓൾ റെലവന്റ് മെറ്റീരിയൽ which the assessing officer has gathered, he shall pass order in writing. So 143 at a final order will be passed in writing after considering all these evidences, after verification of all the facts and all of the gap, determining the total income or loss of the assessee and the sum payable or refundable. Final ആയിട്ട്, അതായത് അസസി റിട്ടേൺ അകത്ത് ഫയൽ ചെയ്തത്, അതായത് അസസിയുടെ സെൽഫ് അസസ്മെന്റ് നടത്തിയിട്ട് റിട്ടേൺ ഫയൽ ചെയ്തല്ലോ, അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഈക്വലന്റ് ആയിട്ട് ഇപ്പുറത്ത് ഓരോ കാര്യത്തിന്, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തിനും എടുത്ത് വെരിഫൈ ചെയ്യുന്നു, ഇപ്പുറത്ത് സ്ക്രൂട്ടണി നടത്തുന്നു. എല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് എന്ന് കരുതുക. അതിന്റെ ബേസിസിലായിരിക്കും ഫൈനൽ ആയിട്ടുള്ള ഓർഡർ പാസ്സാകുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും പോയിന്റ്സിൻ്റെ അകത്ത് ഡിഫറൻസ് ഉണ്ടെന്ന് കരുതുക. ഏതൊക്കെ പോയിന്റ് അകത്താണ് ഡിഫറൻസ് ഉള്ളത് എന്നുള്ളത് അതിന്റെ ബേസിസിൽ റീകാൽക്കുലേറ്റ് ചെയ്യും. അസസിംഗ് ഓഫീസർ ഈ പറയുന്ന ടോട്ടൽ ഇൻകം റീകാൽക്കുലേറ്റ് ചെയ്യും, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി റീകാൽക്കുലേറ്റ് ചെയ്യും, ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഓർഡർ ഏതാണ്? സ്ക്രൂട്ടണി അസസ്മെന്റ് 143(3) ഓർഡർ, ഫൈനൽ ആയിട്ടുള്ള ഓർഡർ പാസ് ചെയ്യും. ക്ലിയർ അല്ലേ കാര്യങ്ങൾ? സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് പാർട്ട് 1.